നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ പിലാത്തറ മണ്ടൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറി ഇടിച്ചുകയറി 2 പേർ മരിച്ചു. അപകടം തകരാറിലായതിനെ തുടർന്ന് ലോറി നിർത്തി അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ. യുക്രൈനിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഖിൽ ജോയിന് ജന്മനാട് വിട നൽകി. ബംഗളൂരുവിലെത്തിച്ച മൃതദേഹം റോഡ് മാർഗം ആംബുലൻസിലാണ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിച്ചത്. കുമ്പളയിൽ വ്യാപാരിയെ ഹണി ട്രാപ്പിനിരയാക്കി പണം തട്ടിയെടുത്ത കേസിൽ യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ഓണത്തെ വരവേറ്റ നാട്. ഓണാഘോഷം വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വട്ടേപദവിൽ കടയ്ക്കുള്ളിൽ അതിക്രമിച്ചു കയറി യുവ വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയെ പോലീസ് പിടികൂടി. വില്ലാരംപതി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ചെണ്ടുമല്ലി പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. ഉദുമ മുൻ MLA കെ കുഞ്ഞിരാമൻ വിളവെടുപ്പ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ പിലാത്തറ മണ്ടൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറി ഇടിച്ചുകയറി 2 പേർ മരിച്ചു. അപകടം തകരാറിലായതിനെ തുടർന്ന് ലോറി നിർത്തി അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ. ലോറിയുടെ തകരാർ പരിഹരിച്ചുകൊണ്ട് നിന്ന മെക്കാനിക്കും സഹായിയുമാണ് മരിച്ചത്. പയ്യന്നൂർ പിലാത്തറ മണ്ടൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറി ഇടിച്ചുകയറി തീപിടിച്ചു. 2 പേർ പൊള്ളലേറ്റ് മരിച്ചു. ലോറിയുടെ അറ്റകുറ്റപ്പണിക്കായി എത്തിയ മെക്കാനിക്കും സഹായിയുമാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3:30യോടെയാണ് അപകടം നടന്നത്. റോഡരികിൽ തകരാറായതിനാൽ നിർത്തിയിട്ട മരം കയറ്റിയ ലോറിയിൽ ടാങ്കർ ലോറി വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ ടാങ്കർ ലോറി കത്തിനശിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതീവ ഗുരുതരമായി പൊള്ളലേറ്റ 2 പേരെയും ഫയർഫോഴ്സ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാസർഗോഡ്, പാലക്കാട് സ്വദേശികളാണ് മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. യുക്രൈനിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഖിൽ ജോയിന് ജന്മനാട് വിട നൽകി. ബംഗളൂരുവിലെത്തിച്ച മൃതദേഹം റോഡ് മാർഗം ആംബുലൻസിലാണ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിച്ചത്. യുക്രൈനിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മർച്ചന്റ് നേവി ജീവനക്കാരൻ കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയന്റെ മൃതദേഹം വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിച്ചു. യുക്രൈനിൽ നിന്നും റോഡ് മാർഗം മോൾഡോവയിലെ ചിസിനാവിലേക്ക് എത്തിച്ച മൃതദേഹം ഈസ്താംബുൾ വഴി ടർക്കിഷ് എയർലൈൻസിലാണ് ബംഗളൂരുവിലേക്ക് എത്തിച്ചത്. അവിടെ നിന്നും റോഡ് മാർഗം ആംബുലൻസിലാണ് വെള്ളരിക്കുണ്ടിലേക്ക് കൊണ്ടുവന്നത്. 1:30 സംസ്കാര ശുശ്രൂഷ നടന്നു. 2 മണി മുതൽ 3 മണി വരെ വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളിയുടെ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. 3 മണിക്ക് ദേവാലയത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷയും തുടർന്ന് സെമിത്തേരിയിൽ സംസ്കാരവും നടന്നു. ജൂലൈ 19 വെള്ളരിക്കുണ്ട് AKG നഗറിലെ ജോയൽ സാലി ദമ്പതികളുടെ മകൻ അഖിൽ ജോയൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ജൂലൈ 20 അഖിൽ കൊല്ലപ്പെട്ട വിവരം അധികൃതർ വീട്ടുകാരെ അറിയിക്കുന്നത്. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാൻ നടപടി സ്വീകരിക്കുവാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കേന്ദ്ര വിദേശകാര്യമന്ത്രിയെ സന്ദർശിച്ച് അഭ്യർത്ഥിച്ചിരുന്നു. യുക്രൈനിലെ ഇന്ത്യൻ എംബസിയുമായി വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാൻ നടപടിയായത്. 2 മാസം മുൻപ് നാട്ടിലെത്തിയ അഖിൽ വിവാഹം ഉറപ്പിച്ചാണ് തിരിച്ചുപോയത്. വടംവലി മത്സരങ്ങളിൽ ലോക റെക്കോർഡ് ജേതാവ് കൂടിയാണ് അഖിൽ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പളയിൽ വ്യാപാരിയെ ഹണി ട്രാപ്പിന് ഇരയാക്കി പണം തട്ടിയെടുത്ത കേസിൽ യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. കടം വാങ്ങിയ പണം തിരികെ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാപാരിയെ വീട്ടിലേക്ക് വിളിപ്പിച്ച് യുവതിക്കൊപ്പം ബലം പ്രയോഗിച്ചു നിർത്തി വീഡിയോകളും ഫോട്ടോകളും എടുത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. വൈദ്യുതി ബില്ല് അടക്കുന്നതിന് കടം വാങ്ങിയ 5000 രൂപ തിരികെ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാപാരിയെ വീട്ടിലേക്ക് വിളിപ്പിച്ച് പണം തട്ടിയ കേസിൽ യുവതി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. കുമ്പണ്ണൂരിലെ റിസ്വാന, ഭർത്താവ് ഹസൻ ആസിഫ്, ഇവരുടെ ബന്ധു മൊഗ്രാൽ സ്വദേശി മുഹമ്മദ് സിറാജ് എന്നിവരെയാണ് കുമ്പള SI S അനൂപും സംഘവും അറസ്റ്റ് ചെയ്തത്. മുട്ടും ബങ്കര സ്വദേശിയും വ്യാപാരിയുമായ 64-കാരൻ്റെ പരാതി പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. കിടപ്പുമുറിയിൽ യുവതിക്കൊപ്പം വ്യാപാരിയെ ബലം പ്രയോഗിച്ച് നിർത്തിയെടുത്ത വീഡിയോകളും ഫോട്ടോകളും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി
കിടപ്പുമുറിയിൽ യുവതിക്കൊപ്പം വ്യാപാരിയെ ബലം പ്രയോഗിച്ച് നിർത്തിയെടുത്ത വീഡിയോകളും ഫോട്ടോകളും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സംഘം 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതോടെയാണ് വ്യാപാരി പോലീസിൽ പരാതി നൽകിയത്. ഓഗസ്റ്റ് 16-നാണ് കേസിനാസ്പദമായ സംഭവം. കടം വാങ്ങിയ പണം തിരികെ നൽകാനെന്ന പേരിൽ റിസ്വാനെയാണ് വ്യാപാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് കിടപ്പുമുറിയിൽ കയറ്റി ഫോട്ടോയും വീഡിയോയും പകർത്തിയ ശേഷം ഭീഷണിപ്പെടുത്തി പണവും ATM കാർഡും മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയായിരുന്നു. ആദ്യം 1500 രൂപയും ചെറിയ മൊബൈൽ ഫോണും കാറിൻ്റെ താക്കോലും കൈക്കലാക്കിയ പ്രതികൾ കാറിൽ നിന്ന് 25,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും 2 ATM കാർഡുകളും എടുത്തു. ഭീഷണിപ്പെടുത്തി പിൻ നമ്പർ വാങ്ങിയ ശേഷം 7,200 ATMിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റ് 17-ന് കടയിലെത്തി ഭീഷണിപ്പെടുത്തി 5,000 രൂപ കൂടി വാങ്ങി. വീണ്ടും 2 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടതോടെയാണ് വ്യാപാരി പോലീസിനെ സമീപിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുമ്പള. വനിതാ ശിശുവികസന വകുപ്പ് കാസർഗോഡ് ജില്ലാതല സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ VA നിഷമോൾ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പ് കാസർഗോഡ് ജില്ലാതല സ്റ്റാഫ് കൗൺസിൽ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ VA നിഷമോൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഓഫീസുകളിലെയും എല്ലാ ജീവനക്കാരെയും ഒരുമിച്ച് ഒരു വേദിയിൽ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഈ അവസരം ഒരുക്കി തന്ന കാസർഗോഡ് സ്റ്റാഫ് കൗൺസിൽ എന്ന് പറയുന്ന സംഘടന അതിന് ഏറെ അഭിനന്ദനം അർഹിക്കുന്നു. കാരണം മറ്റ് ഒരുപാട് ജില്ലകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം വന്ന ഈ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഇത്രയും മനോഹരമായ ഒരു കൂട്ടായ്മ കാണാൻ സാധിച്ചത്. സ്റ്റാഫ് കൗൺസിലിൽ വളരെ അഭിനന്ദനീയമാണ്. അത് കേരളത്തിൻ്റെ തന്നെ ഒരു മാതൃകയായി ഞാൻ കാണുന്നു. കാരണം ഒരു 8ഓളം ജില്ലകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഇങ്ങനെയൊരു സാധനം കണ്ടിട്ടില്ല. എന്തായാലും ഈ ഞായറാഴ്ച ദിവസം എല്ലാവരും കുടുംബങ്ങളുമായി ഒത്തുചേരേണ്ട സമയത്തും നിങ്ങളിവിടെ ഓടിയെത്തിയിരിക്കുന്നത് ഈ ഒരു സ്റ്റാഫ് കൗൺസിൽ എന്ന് പറയുന്ന ആ സംരംഭത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓണം എന്ന പൗരാണിക സങ്കല്പത്തിലേക്കുള്ള തിരിച്ചുപോക്ക് പ്രായോഗികമായി ബുദ്ധിമുട്ടാണെങ്കിലും മലയാളത്തിൻ്റെ തനിമയും സൗന്ദര്യവും നിലനിർത്താൻ നമുക്കാവണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ PG സവിത അധ്യക്ഷത വഹിച്ചു. KJ സായാന, K ബീന, VG ഗീതാകുമാരി, N പ്രീത, KK ബിന്ദു, ശൈലജ, AT ശൈലശ്രീ, PM ബീരു, നാദിറ, K രജീഷ്, AT ശശി, EP രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആഘോഷത്തിൻ്റെ ഭാഗമായി ഓണപ്പൂക്കളം തീർത്തു. ജില്ലയിൽ വകുപ്പിൽപ്പെട്ട 18 കാര്യാലയങ്ങളിൽ നിന്നുള്ള ജീവനക്കാർക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷം നടന്നു. മാവേലിയും ഓണപ്പൂക്കളും വിവിധ പരിപാടികളും ഓണാഘോഷത്തിന് മിഴിവേകി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. മാവേലി വേഷവും ഓണപ്പൂക്കളവും വിവിധ കലാകായിക പരിപാടികളും ഓണാഘോഷ പരിപാടികൾക്ക് മിഴിവേകി. വനിതകളുടെ തിരുവാതിര, ഫ്യൂഷൻ ഡാൻസ്, മെഴുകുതിരി കൊടുത്തൽ മത്സരം, വനിതകളുടെയും പുരുഷന്മാരുടെയും കമ്പവലി, മ്യൂസിക്കൽ ചെയർ, സുന്ദരിക്ക് പൊട്ടുതൊടൽ തുടങ്ങിയ പരിപാടികൾ പങ്കാളിത്തം കൊണ്ടും വൈവിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധ നേടി. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ
അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, നാട്ടുകാർ എന്നിവരടക്കം നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മൂലക്കണ്ടം ഷാവേസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നല്ലോണം 2026 ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. മൂലക്കണ്ടം ഷാവേസ് സാംസ്കാരിക സമിതിയുടെയും ഡിവൈഎഫ്ഐ മൂലക്കണ്ടം യൂണിറ്റ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നല്ലോണം 26 സംഘടിപ്പിച്ചു. ഭഗത് സിംഗ് നഗറിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ചൊന്നും ഞാൻ ഒരുപാട് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. മാവേലി നാടുവാണിരുന്ന ഒരു കാലത്തെക്കുറിച്ചും അന്നത്തെ പറഞ്ഞു കേൾക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുമല്ല മിക്കവാറും എല്ലാ വേദികളിലും അതുപോലെ തന്നെ പുസ്തകങ്ങളിലും പത്രങ്ങളിലും എല്ലാം വരുന്ന കാര്യമാണ്. അത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും എല്ലാവരെയും ഒരുപോലെ കാണുന്നു. അങ്ങനെയുണ്ടല്ലോ, കള്ളവും ചതിയും പിടിച്ചു പറയും അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു മാവേലിയുടെ ഭരണകാലഘട്ടമെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു അതാണ്. എല്ലാവരും ഒരുപോലെ, ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ആ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നല്ല നാളെ സ്വപ്നം കണ്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ക്രോസ് കൺട്രി മത്സരങ്ങൾ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് CP പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ക്രോസ് കൺട്രി മത്സരത്തിൽ UG വിശാഖ്, ആദിൽ എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിജി അഭിലാഷ്, TV പത്മിനി, KP സന്തോഷ് ബാബു എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി KM സുധാകരൻ മാസ്റ്റർ സ്വാഗതവും ട്രഷറർ വിനോദ് കണ്ണോത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech.
കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വത്സേട്ടാ, കുടികൂടിയതിന്റെ നന്ദി പറയാൻ ദൈവത്തിന്റെ അടുത്ത് വന്നതാണല്ലേ? ദൈവത്തിനോടുള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരാളോട് കൂടി നന്ദി പറയാനുണ്ട്. ദേ വന്നല്ലോ. വീട് പണിയാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ വീട് പണി ഇത്രയും ഭംഗിയായും പെട്ടെന്നും തീർക്കാൻ പറ്റിയത്. ഇദ്ദേഹത്തോടും കൂടി നന്ദി പറയാൻ വേണ്ടിയാണ് ഭാര്യയും കൂട്ടി ഞാനിവിടെ വന്നത്. വിവിധതരം ഗുണമേന്മയുള്ള കമ്പനികളുടെ സിമെന്റ് DMP ട്രേഡേഴ്സ്, കൂട്ടച്ചേരി, കുന്നമ്മൽ, നിയർ ദീപ ഹോസ്പിറ്റൽ പാർക്കിംഗ് ഗ്രൗണ്ട്. വാർത്തകൾ തുടരുന്നു. RTOയും ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മയും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. RTOയും ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മയും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. പരിപാടിയിൽ MVI PV രതീഷ് ഓണാശംസകൾ നേർന്ന് സംസാരിച്ചു. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുകയാണ്. നമ്മളെ കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ വൈകിട്ട് ഒരു അതിദാരുണമായൊരു സംഭവം ഉണ്ടായി. നമ്മളെ പുതിയോട്ട വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ, നമ്മളെ ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ ഇന്നലെ ഒരു നായ കുറുകെ ചാടിയതാണ്. വെട്ടിച്ച സമയത്ത് ആക്സിഡൻറ്റ് മോഹനാട്ടൻ, കീക്കാങ്കോടുള്ള മോഹനാട്ടൻ മരണപ്പെട്ടു. അതിൽ യാത്രക്കാർക്കും അതിദാരുണമായി പരിക്ക് പറ്റിയിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, പുതിയോട്ട കോഫി, നമ്മളെ പുതിയോട്ട ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്പീഡൊന്നും ഇല്ലാതെ ഒരു ഒന്നാമത്തെ രണ്ടാമത്തെ ഗിയറിൽ പോകുന്ന ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു നായ കുറുകെ ചാടിയതാണ്. അപ്പം അത് എന്താ പറ്റിയതെന്ന് അറിയുന്നില്ല. ഓട്ടോറിക്ഷ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് പോയി ഇടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഓണം അപകടരഹിതമായ സുരക്ഷിതമായ യാത്രയാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ മുന്നൊരുക്കത്തോടു കൂടിയാണ് കാഞ്ഞങ്ങാട് സബാർട്ടോയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സംരംഭം, ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മയുടെ സഹകരണത്തോട് ഇങ്ങനെ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. MVI CA പ്രദീപ് കുമാർ, AMVI MV പ്രഭാകരൻ, AMVI മാത്യു വർഗീസ്, ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മയിലെ നൌഷാദ്, ഗുരുപ്രസാദ്, ഒമേഗ വിനു, പപ്പൻ, പവി, ഷാജു എന്നിവർ സംബന്ധിച്ചു. മാവേലി വേഷത്തിലെത്തിയ നിത്യാനന്ദ ഡ്രൈവിംഗ് സ്കൂളിലെ ഓണർ M വിനുവിന് ഓട്ടോ ഡ്രൈവർ കോർഡിനേഷൻ ഭാരവാഹി CH കുഞ്ഞമ്പു ഉപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ AI സ്കിൽ ക്യാമ്പസായ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ AI സ്കിൽ ക്യാമ്പസായ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും മാനേജ്മെന്റ് പ്രതിനിധികളും കൂടിച്ചേർന്ന് നടത്തിയ ഓണാഘോഷത്തിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടത്തിയ പൂക്കള മത്സരത്തിൽ 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം ട്രോഫികളും ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. കൂടാതെ ശ്രീശങ്കരാചാര്യ സംസ്ഥാന തലത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ സെന്റർ തലത്തിൽ വിജയികളായവർക്കുള്ള അനുമോദനവും മൊമെന്റോ വിതരണവും ചടങ്ങിൽ വെച്ച് നടത്തി. വ്യത്യസ്ത ഗെയിമുകളും കലാപരിപാടികളും നിറഞ്ഞ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും മറ്റുള്ളവർക്കും പായസ വിതരണവും ഓണസദ്യയും നടത്തി. ഈ ഡിജിറ്റൽ യുഗത്തിലും മതസൗഹാർദ്ദവും പരസ്പര സഹകരണവും ഊട്ടിയുറപ്പിക്കുന്നതിൽ ഓണത്തിനുള്ള സ്വാധീനം എത്ര വലുതാണെന്നും ആഘോഷങ്ങൾ മനുഷ്യനെ എത്രമാത്രം ചേർത്തു നിർത്താൻ ഉപയുക്തമാക്കുന്നുവെന്നതിനെക്കുറിച്ചും ചടങ്ങിൽ സംസാരിച്ച ശ്രീശങ്കരാചാര്യയുടെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റസാഖ് ഓർമ്മിപ്പിച്ചു. വളരെ ആവേശം നിറഞ്ഞ ഓണാഘോഷ പരിപാടിയിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 17 വർഷമായിട്ട് ശ്രീശങ്കര കമ്പ്യൂട്ടർ സെൻറ്റർ കാഞ്ഞങ്ങാട് പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ 17ാമത്തെ നമ്മുടെ ഓണാഘോഷ പരിപാടിയാണ്. ഒട്ടും പകിട്ട് ഉറക്കാതെയുള്ള ഈ പരിപാടി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളെല്ലാവരും കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ പരസ്പരം ഒന്ന് ചിരിക്കാൻ പോലും മടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓണം എന്ന ആഘോഷം കേരളത്തിലുടനീളം ഉള്ള മലയാളികൾ നെഞ്ചിലേറ്റി ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. ജാതിമത ഭേദമന്യേ പരസ്പരം സ്നേഹം കൈമാറാനും സൗഹൃദം പങ്കിടാനും അതുപോലെ വറുതിയുടെ നാളുകളൊക്കെ മാറി ആവേശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ വിളവെടുപ്പിൻ്റെയൊക്കെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ ഓണത്തെ കണ്ടുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 40ന്റെ നിറവിൽ ഹനുമാൻ കുന്നുമ്മൽ ജിം കൂട്ടായ്മ സ്നേഹസംഗമവും ഓണാഘോഷവും നടത്തി.
കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായ എം രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശരീര സൗന്ദര്യത്തിന് കഴിഞ്ഞ 40 വർഷക്കാലമായി നിത്യവും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന കുന്നുമ്മൽ ഹനുമാൻ ജിംനേഷ്യം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജിം കൂട്ടായ്മ അംഗങ്ങളുടെ സ്നേഹസംഗമവും ഓണാഘോഷവും നടന്നു. നാരായണന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 40 വർഷക്കാലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പരിശീലകരുടെയും പരിശീലിക്കുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും യുവാക്കളുടെയും സംഘമാണ് നടന്നത്. കുന്നുമ്മൽ ഹനുമാൻ ജിംനേഷ്യത്തിൽ നടന്ന സംഗമം സാമൂഹ്യ പ്രവർത്തകനും കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു കാലത്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു കേന്ദ്രമായി ജിംനേഷ്യത്തെ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് നാടിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാന കേന്ദ്രമായി ഭിഷകുരന്മാർ, ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നത് ജിംനേഷ്യത്തിലേക്ക് പോകണമെന്നാണ്. ഏറ്റവും നന്നായി ഒന്നാമത് ഇപ്പോഴത്തെ കാലാവസ്ഥയും ഒന്നാമത് ഇപ്പോഴത്തെ പേപ്പട്ടി ശല്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ വളർന്നു വരുമ്പോൾ വളരെ ശാന്തമായി പോയി വ്യായാമം ചെയ്ത് മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താൻ പറ്റുന്ന കേന്ദ്രങ്ങളായി ജിംനേഷ്യങ്ങൾ മാറുന്നു. അതിലൊന്നാം സ്ഥാനത്ത് ഹനുമാൻ ജിംനേഷ്യം മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായും ആരോഗ്യരംഗത്തിൻ്റെ സംരക്ഷണം എന്നതാണ് മറ്റെല്ലാത്തിനും ഉപരിയായി ജിംനേഷ്യങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാരായണൻ പറഞ്ഞതുപോലെ ഉടവയറുള്ള മാവേലിയിൽ നിന്ന് 6 പാക്കുള്ള മാവേലിയിലേക്കുള്ള മാറ്റം അത് സ്വാഭാവികമായും കേരളത്തിൻ്റെ ആരോഗ്യ പരിരക്ഷണത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഭാഗമാണ്. അത്തരത്തിൽ ഹനുമാൻ ജിംനേഷ്യം 40 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോഴും ഏകോദര സഹോദരന്മാരെ പോലെ നേരത്തെ പറഞ്ഞ പോലെ 40 വർഷമായി ഈ ജിംനേഷ്യത്തിൽ വന്ന് എക്സസൈസ് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് വളരെ ആദരവുള്ള ഒരു കാര്യമാണ്. നാരായണൻ ഹനുമാൻ ജിം അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ പെറ്റ്സ്, കെ അനിൽ, എം കൃഷ്ണകുമാർ, സി രാജൻ, രാജു കുന്നത്ത് എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ എം കെ വിനോദ് കുമാർ സ്വാഗതവും എം അനിത നന്ദിയും പറഞ്ഞു. തിരുവാതിര, കൈകൊട്ടിക്കളി, കമ്പവലി, പാസിംഗ് ദ ബോൾ, കസേരക്കളി തുടങ്ങിയ വൈവിധ്യമാർന്ന വിവിധ മത്സരങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വട്ടേപ്പദവിൽ കടയ്ക്കുള്ളിൽ അതിക്രമിച്ചു കയറി യുവ വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയെ പോലീസ് പിടികൂടി. മഞ്ചേശ്വരം കുളൂർക്കന്നിൽ ഹൗസിൽ മുഹമ്മദ് സഫ്വാൻ എന്ന വെടി സഫ്വാനാണ് അറസ്റ്റിലായത്. ഭട്ടിപ്പദവ് സ്വദേശിയായ ഷുഐബ് മൊയിൻ ഷെയ്ഖ് എന്ന യുവാവിന് നേരെയായിരുന്നു അതിക്രമവും വധശ്രമവും നടന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടെ കാറിലെത്തിയ സംഘം ഷുഐബിനെ ഭീഷണിപ്പെടുത്തുകയും മുഖത്തടിക്കുകയും ചെയ്തു. തുടർന്ന് ആകാശത്തേക്ക് വെടിയുതിർത്ത ശേഷം ഷുഐബിനു നേരെയും വെടിയുതിർത്ത് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഭാഗ്യവശാൽ ഷുഐബ് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ഖാദർ മടങ്കല്ല്, മിയാപ്പദവ് റഹീം, അബൂബക്കർ സിദ്ദിഖ് എന്നിവരുൾപ്പെടെയുള്ള മറ്റു പ്രതികൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും ഒളിവിൽ കഴിയുന്നവർക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വില്ലാരംപതി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ചെണ്ടുമല്ലി പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. ഉദുമ മുൻ MLA കെ കുഞ്ഞിരാമൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേഖലയിൽ മികച്ച മാതൃക സൃഷ്ടിച്ച വില്ലാരംപതി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വില്ലാരംപതിയിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കളുടെയും പച്ചക്കറികളുടെയും വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. ഓണാഘോഷങ്ങൾക്കും മറ്റുമായി ഒരുക്കിയ ചെണ്ടുമല്ലി പൂക്കളുടെയും നാടൻ പച്ചക്കറികളുടെയും വിളവെടുപ്പ് നടന്നു. പുതുമ മുൻ MLA കെ കുഞ്ഞിരാമൻ വിളവെടുപ്പ് ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തി. വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു. കർണാടകത്തിൽ നിന്നും അതുപോലെ കോയമ്പത്തൂർ, തമിഴ്നാടിൻ്റെ കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ഇത് വരുന്നത്. ഉത്സവാഘോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഓണം, വിഷു, അതുപോലെ ക്രിസ്മസ്, റംസാൻ തുടങ്ങിയ 3-4 ആഘോഷങ്ങളാണ് നമ്മുടെ നാട്ടിൽ കേരളമാകെ അല്ലെങ്കിൽ മലയാളികളാകെ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. പിന്നെ പ്രാദേശികമായി പല പരിപാടി വേറെയുണ്ട്. അതിൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ പുഷ്പങ്ങളാണ് നമ്മളെ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ടൗണിൽ പോയി നോക്കിയാൽ നമുക്കറിയാം, കാഞ്ഞങ്ങാട് ടൗണിൽ പുഷ്പം നിരത്തി വെച്ച് കണ്ടുകൊണ്ട് ഭയങ്കര ഭീകരം. അങ്ങനെയുണ്ട്. ആ കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് മുതൽ ഇവിടെ വരെ, പുതിയ ബസ് സ്റ്റാൻഡ് വരെ നിരത്തി വെച്ച് ഏത് ടൗണിൽ പോയാലും അവസരം അതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ സ്വയം നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ഉപയോഗിക്കാവുന്നതിൽ ഏറ്റവും നല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വയം ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുക എന്നാണ് പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായത്. അതെന്താ മാറി കർഷക കൂട്ടായ്മയാക്കി. ആ കൂട്ടായ്മയോട് കൂടിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഭക്ഷ്യോൽപാദനത്തിന് പുറമെ
മറ്റ് ആഘോഷത്തിന് കൊണ്ട് എല്ലാം വസ്തുക്കളും നമ്മൾ ഉണ്ടാക്കുക എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഇതിനൊക്കെ മുൻഗണന നൽകുമ്പോഴും നമ്മളെല്ലാവരും വയറ് നിറക്കുന്ന നെൽകൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് കുറഞ്ഞു പോവുകയാണ്. സംഘം സെക്രട്ടറി കുഞ്ഞിരാമൻ സെഞ്ചുറി സ്വാഗതവും പ്രസിഡന്റ് ബാലകൃഷ്ണൻ TC അധ്യക്ഷതയും വഹിച്ചു. പുലൂർ പെരിയാർ 2ാം വാർഡ് മെമ്പർ ഗംഗാധരൻ, കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഓഫീസർ മണികണ്ഠൻ, ഷാജീവൻ, കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ പീതാംബരൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ഓണസമൃദ്ധി 2026 കർഷക ചന്ത മടിയനിൽ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് കാർഷിക വിളകളും മറ്റുൽപ്പന്നങ്ങളും വിപണി വിലയിൽ നിന്നും 30% വിലക്കുറവിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കൃഷിവകുപ്പ്, VFP, CK ഹോർട്ടികോർപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി 2026 കർഷക ചന്ത മടിയനിൽ തുടങ്ങി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി കർഷക ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉരുളക്കിഴങ്ങും നീരുള്ളിയും. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangad. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡ്ഡിംഗ് കൗണ്ടറുകളും. സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ. കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ. സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ് വെയർ കളക്ഷനുകൾ. കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. ഈ ഓണം നിക്ഷനോളം. കണ്ടതിലും കേട്ടതിലും കൂടുതൽ ഓഫറുകളും ആകർഷകമായ ആനുകൂല്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് 4 ഹുണ്ടായി എക്സ്റ്റർ കാറുകൾ, 2 അൾട്രാ വയലറ്റ് X47 ബൈക്കുകൾ, 4 ഏതർ റിസ്റ്റ സ്കൂട്ടറുകൾ. ഇതുമാത്രമല്ല, നിരവധി ഓഫറുകളും ആനുകൂല്യങ്ങളും. ഈ ഓണം നിക്ഷനോളം. ഇന്ന് തന്നെ അടുത്തുള്ള ഷോറൂം സന്ദർശിക്കൂ. വാർത്തകൾ തുടരുന്നു. അജാനൂർ CDSന്റെ ഓണം വിപണനമേള കിഴക്കുംകരയിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു.
അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ ഈ വർഷത്തെ ഓണത്തിന്റെ ഭാഗമായുള്ള ഓണം വിപണനമേള കിഴക്കുംകരയിൽ ആരംഭിച്ചു. വിപണനമേള അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓണമാണ്. ആ ഓണം നാട്ടിലെ പൂക്കളും നാട്ടിലെ പച്ചക്കറികളും ഒക്കെ ചേർത്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് കുടുംബശ്രീ നടത്തിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഫലം കണ്ടിട്ടുണ്ട്. കൂടുതൽ വരും വർഷങ്ങളിൽ കൂടുതൽ കൃഷിയിലേക്ക് ഇറങ്ങുകയും അത് കൃഷിയായാലും പച്ചക്കറി കൃഷിയായാലും നെൽകൃഷിയായാലും കൃഷിയിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് എല്ലാ തരത്തിലും നമ്മുടെ നാട്ടിലെ പച്ചക്കറികളും ഉപയോഗിച്ചുകൊണ്ട് ഓണം ഒരുക്കുക അല്ലെങ്കിൽ ആ ഓണത്തെ വരവേൽക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾ ഇപ്രാവശ്യം വെച്ചിട്ടുള്ളത്. അതെന്തായാലും ഫലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ പരിപാടി എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. CDS ചെയർപേഴ്സൺ K. അശ്വിനി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, വാർഡ് മെമ്പർമാരായ KV സുകുമാരൻ, ദീപ പ്രവീൺ, K. വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ K. സുമതി സ്വാഗതം പറഞ്ഞു. ADS, CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. 4 ദിവസം നീണ്ടുനിൽക്കുന്ന വിപണനമേളയിൽ വിവിധ തരം നാടൻ പച്ചക്കറികൾ, നാടൻ ചെണ്ടുമല്ലിപ്പൂ, വിവിധ തരം അച്ചാറുകൾ, ബേക്കറി ഐറ്റംസ്, കൂണുകൾ, നെറ്റിപ്പട്ടം എന്നിവ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓണക്കിറ്റും ഓണപ്പുടവയും സമ്മാനിച്ച അക്ഷയ കുടുംബശ്രീ നമ്പ്യാരടുക്കം. ഒപ്പം കനിവ് പാലിയേറ്റീവ് സഹായധനവും കൈമാറി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. പരസ്പര സഹായനിധിയിൽ അവശേഷിച്ച തുകയും കുടുംബശ്രീ അംഗങ്ങളുടെ വിഹിതവും ചേർത്ത് അംഗങ്ങൾക്കൊപ്പം അക്ഷയ കുടുംബശ്രീ പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്കും ഓണക്കിറ്റുകളും ഓണപ്പുടവയും നൽകി. മാവേലി തമ്പുരാൻ നാടുഭരിച്ചിരുന്ന കാലത്തെ അനുസ്മരിച്ച് എല്ലാവരും ഒരുപോലെ ഓണം ആഘോഷിക്കണമെന്ന ആശയം മുൻനിർത്തിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഓണക്കിറ്റും ഓണപ്പുടവയും കൈമാറി. നമ്മുടെ നാടിനകത്ത് ആരും ഓണത്തിൻ്റെ സമയത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും നിങ്ങളിത് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു മാതൃകയാണ് നമുക്ക് നമ്മുടെ നാട്ടിനകത്ത് കൊണ്ടുവരേണ്ടത്. കാരണം പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് പൊതുവെ ഒരു വിപ്ലവത്തിൻ്റെ ഭാഗമായി വരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം ആരെങ്കിലും ഇല്ലാത്തവന് ഒരു നേരത്തെ അന്നം കൊടുക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു മനുഷ്യസ്നേഹി ആയി മാറുന്നത്. അതാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഈ ഓണം കാലം ആരുടെയും വീട്ടിൽ ഏറ്റവും നന്നായി വിഭവസമൃദ്ധമായ ഭക്ഷണത്തോടു കൂടി ഓണം ആഘോഷിക്കുക, അല്ലാതെ ആരും പട്ടിണി കിടക്കേണ്ടി വരരുത്. നമ്മുടെ കുടുംബശ്രീക്കകത്തെ കുടുംബശ്രീയുടെ ചുറ്റുപാടുകളിലുള്ള ഒരു വീട്ടിലും ഇത്തരത്തിൽ പട്ടിണി കിടന്ന് പോകരുത്. ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കുടുംബശ്രീ അംഗങ്ങൾ കാണിച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾ ഒരു മാതൃകയാണ് കാണിച്ചിട്ടുള്ളത്. ആ മാതൃക എന്ത് തന്നെയായാലും ഏറെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇത്തരത്തിലുള്ള കുടുംബശ്രീ സംവിധാനങ്ങൾ ഉണ്ടാവുമ്പോൾ അതിലേറെ സന്തോഷമാണ്. ഒപ്പം കനിവ് പാലിയേറ്റീവിനുള്ള ധനസഹായവും കൈമാറുന്ന ചടങ്ങും നടന്നു. അക്ഷയ കുടുംബശ്രീ പ്രസിഡന്റ് റംലത്ത് BV അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KV സുകുമാരൻ, CDS ചെയർപേഴ്സൺ K. അശ്വിനി, വൈസ് ചെയർപേഴ്സൺ K. സുമതി, V. ചന്ദ്രൻ, PK പ്രകാശൻ, K. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അക്ഷയ കുടുംബശ്രീ സെക്രട്ടറി T. സീമ സ്വാഗതവും EV രജിത നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ അംഗങ്ങളുടെയും CDS, ADS അംഗങ്ങളുടെയും നാട്ടുകാരുടെയും സജീവ സാന്നിധ്യം പരിപാടിയെ സമ്പന്നമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം രാമഗിരിയുടെ നേതൃത്വത്തിൽ ക്ലബ് പരിധിയിലെ മുഴുവൻ വീടുകളിലും മെമ്പർമാരുടെ വീടുകളിലും ഓണക്കിറ്റ് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം K. സബീഷ് ഉദ്ഘാടനം ചെയ്തു. രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം രാമഗിരിയുടെ നേതൃത്വത്തിൽ ക്ലബ്ബ് പരിധിയിലെ മുഴുവൻ വീടുകളിലും മെമ്പർമാരുടെ വീടുകളിലും ഓണക്കിറ്റ് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം K. സബീഷ് ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ ദേശീയോത്സവമാണ്. എല്ലാ മലയാളികളും, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അതിഗംഭീരമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. ഇവിടെ രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം വലിയ ആഘോഷത്തോടുകൂടി ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിഗംഭീരമായി ഓണം ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി ക്ലബ്ബ് പരിധിയിലെ 400ഓളം വീടുകളിൽ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓണാഘോഷം വിപുലമായ നിലയിൽ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ മലയാളികളുടെ ദേശീയോത്സവമായിട്ടുള്ള ഓണം
അതിഗംഭീരമായി ആഘോഷിക്കുന്ന ഒരനുഭവമാണ് 2-3 വർഷക്കാലമായി നമ്മുടെ രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രത്തിൻ്റെ ഭാഗമായി ഉള്ളത്. ക്ലബിന്റെ ആദ്യകാല പ്രവർത്തകരായ മാലിനി ടീച്ചർ, TC ദാമോദരൻ മാസ്റ്റർ എന്നിവർക്ക് അവരുടെ ഭവനത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഓണക്കിറ്റ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതായത് ജില്ലയിലെ എല്ലാ സംസ്ഥാനത്ത് തന്നെ ക്ലബ്ബുകൾക്ക് ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ കലാകേന്ദ്രം കഴിഞ്ഞ 2 വർഷക്കാലമായി ക്ലബ്ബ് പരിധിയിലെ എല്ലാ വീടുകളിലും ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അത് ഇപ്രാവശ്യവും വളരെ നല്ല രീതിയിൽ തന്നെ ആ ഓണക്കിറ്റിൻ്റെ വിതരണം ഇപ്രാവശ്യം നടത്തി പോകുന്നുണ്ട്. ക്ലബ്ബ് പ്രസിഡന്റ് K. ഷിബു അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ A. പവിത്രൻ മാസ്റ്റർ, T. ശാന്തകുമാരി, ബ്രാഞ്ച് സെക്രട്ടറിമാരായ KK ബാലകൃഷ്ണൻ, B. മാധവൻ, ക്ലബ്ബ് UAE രക്ഷാധികാരി രാജേഷ്, UAE പ്രസിഡന്റ് സുനിൽ വെങ്ങച്ചേരി, ട്രഷറർ മഹേഷ് കുണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു. ഓണക്കിറ്റ് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓണക്കിറ്റ് ഏറ്റുവാങ്ങുന്നത് നമ്മളെ കലാകേന്ദ്രത്തിൻ്റെ സജീവ പ്രവർത്തകരും ആദ്യകാല മെമ്പർമാരുമായിട്ടുള്ള മാലിൻ ടീച്ചറും അതുപോലെ തന്നെ TC ദാമോദർ മാഷുമാണ്. നമ്മൾ ഏത് സമയത്തും നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ക്ലബ്ബുമായിട്ട് നല്ലൊരു അനുഭവം പുലർത്തുകയും വളരെ സ്നേഹത്തോടെ ഈ കുടുംബത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്കും ഉപദേശവും കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ നൽകുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലേക്ക് ആദ്യത്തെ ഒരു കിറ്റ് കൊടുക്കുന്നതിൽ കലാകേന്ദ്രത്തിന് ഏറെ സന്തോഷമുണ്ട്. ക്ലബ്ബ് സെക്രട്ടറി ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ക്ലബ്ബ് പരിധിയിലെ 400ഓളം വീടുകളിലും ക്ലബ്ബ് മെമ്പർമാരുടെ വീടുകളിലും പ്രവർത്തകർ തന്നെ പോയി ഓണക്കിറ്റ് എത്തിച്ചു നൽകിയത് ഇപ്രാവശ്യത്തെ ഓണാഘോഷ പരിപാടികൾക്ക് മാറ്റേകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU അനശ്വര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് മെമ്പർമാർക്കുള്ള ഓണക്കിറ്റ് വിതരണം മേലങ്കോട്ട് AKG ഭവനിൽ നടന്നു. CITU ജില്ലാ കമ്മിറ്റി അംഗം UK പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU അനശ്വര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് മെമ്പർമാർക്കുള്ള ഓണക്കിറ്റ് വിതരണം മേലാങ്കോട്ട് AKG ഭവനിൽ വെച്ച് നടന്നു. CITU ജില്ലാ കമ്മിറ്റി അംഗം UK പവിത്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം നമ്മൾക്ക് നമ്മുടെ ഒരുപാട് നമുക്ക് കൂടുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒട്ടേറെ ദൂരമുണ്ട്. അതിനിടയ്ക്ക് നമ്മളെ യൂണിറ്റ് ഇത്തരമൊരു സന്ദർഭം ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഓണക്കിറ്റ് നടന്നിട്ടുണ്ട്. അത് നമുക്ക് തുറന്നുകൊണ്ട് തോന്നുകയും നമ്മൾ എല്ലാവരും കൂടി വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ സൗകര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം അത് നമ്മളൊരു കുറി എന്ന നിലയ്ക്ക് നമുക്ക് പണ്ട് ലഭിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഈ മെമ്പർമാർ എല്ലാവരും അതിൽ പങ്കാളികളാകുന്നില്ല. കാരണം അതിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ വർഷത്തോടുകൂടി ഓണത്തിന് കിട്ടുന്നത് നടത്തുന്നത്. അപ്പോൾ അത് ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നാലും ആഴ്ച ബുദ്ധിമുട്ട് എല്ലാവരും കൊണ്ടെങ്കിലും നമ്മളത് അറിഞ്ഞുകൊണ്ട് അതിൽ പരസ്പരം അനശ്വര യൂണിറ്റ് പ്രസിഡന്റ് A. കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് CH കുഞ്ഞമ്പു, കാഞ്ഞങ്ങാട് ഡിവിഷൻ പ്രസിഡന്റ് ദിനേശൻ ആവിയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. യൂണിറ്റിലെ 44 പേർക്കാണ് ഓണക്കിറ്റ് നൽകിയത്. യൂണിറ്റ് സെക്രട്ടറി A. ശശിധരൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ K. ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നോർത്ത് കോട്ടശ്ശേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി അരി വിതരണം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം PK നിഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നോർത്ത് കോട്ടശ്ശേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ 56ാം ഓണാഘോഷവും കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാര വിതരണവും ഓഗസ്റ്റ് 26 തിരുവോണനാളിൽ നോർത്ത് കോട്ടശ്ശേരിയിൽ വെച്ച് സംഘടിപ്പിക്കും. ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി അരി വിതരണം നടത്തി. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം PK നിഷാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നേതൃത്വത്തിൽ അരി വിതരണം എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനം പുതിയ തലമുറ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാണുമ്പോൾ അത് വലിയൊരു അത്ഭുതമുള്ള പ്രവർത്തനമായി തോന്നാനിടയില്ല. കാരണം ഇന്ന് നമുക്ക് അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ജീവിത സാഹചര്യമല്ല. പക്ഷെ ക്ലബ് ഇങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങി വെച്ചൊരു കാലം. അപ്പോൾ അതിന്റെ അനുഭവമുള്ള ഈ പ്രദേശത്തെ ക്ലബിന്റെ ഒക്കെ പരിധിയിൽ വരുന്ന ഇതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ സൂചിപ്പിച്ചതുപോലെ ക്ലബിന്റെ ഓണാഘോഷത്തിന്റെ സമയത്ത് ഒരു കെട്ടരി വീട്ടിലെത്തുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ആശ്വാസമായി, സമാധാനമായി.
അതിഞ്ഞാൽ ന്യൂ ലൈഫ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സബീന അബൂബക്കർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. PV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 16-ാം വാർഡ് മെമ്പർ MV രാഘവൻ, M സുനിൽ, വല്യാളൻ ബാലകൃഷ്ണൻ, ഐശ്വര്യകുമാരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ നാലാംവാതുക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. 65ാമത് ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ നാലാംവാതുക്കൽ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം ശ്രീ രാധിക, പ്രിൻസിപ്പൽ HM ഉൾപ്പെടെയുള്ള ബഹുമാനീയരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ചെയർപേഴ്സൺ വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. എന്തായാലും ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഭംഗിയായി പൂർത്തീകരിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് സാമ്പത്തികമാണ്. ആ സാമ്പത്തികം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും പ്രവർത്തിച്ചാൽ നമുക്ക് ആ സാമ്പത്തികം കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. സംഘാടക സമിതി ചെയർപേഴ്സണും പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റുമായ T. ശോഭന അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻമാർ, വിവിധ സബ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക TV, പഞ്ചായത്ത് അംഗങ്ങളായ കാഞ്ചന V, ഷാഫി APM, PVK പനയാൽ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഹമ്മദ് അലി TK, വർക്കിംഗ് ചെയർമാൻ അനിൽകുമാർ KT, വേണു അരവത്ത്, വേണു പനയാൽ, ഭവിത സന്തോഷ്, ഷൈജ T, നീലമന ശങ്കരൻ എന്നിവർ സംസാരിച്ചു. തച്ചങ്ങാട് ഉപജില്ലാ കലോത്സവം, ബേക്കൽ ഉപജില്ലാ കലോത്സവം 1998 നടന്നത് എന്നാണ് ഏതാണ്ട് എൻ്റെ ഓർമ്മ. 1998. അന്ന് ഞാൻ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. വെള്ളിക്കോത്ത് മഹാകവി T. സ്മാരക സ്കൂളിലാണ് അപ്പോൾ ജോലി ചെയ്യുന്നത്. അവിടുത്തെ കുട്ടികളെയും കൊണ്ടാണ് ഞാൻ തച്ചങ്ങാടേക്ക് 25 വർഷം ജോലി ചെയ്ത ഈ സ്കൂളിലേക്ക്, എൻ്റെ സ്കൂളിലേക്ക് വെള്ളിക്കോത്ത് സ്കൂളിലെ കുട്ടികളുമായിട്ടാണ് ഞാൻ വന്നത്. അന്ന് കലോത്സവം കഴിയുമ്പോൾ ഏതാണ്ട് നേരം വെളുത്തിരുന്നു. ജനറൽ കൺവീനർ സജിത KM സ്വാഗതവും കൺവീനർ T. മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാനത്തൂർ പ്രവാസി കൂട്ടായ്മ ദശവാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. സ്കോളാസ്റ്റിക് അവാർഡ് വിതരണവും ചികിത്സാ സഹായധന വിതരണവും നടന്നു. മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. കാനത്തൂർ പ്രവാസി കൂട്ടായ്മ 2025-26 വർഷത്തെ ഉന്നത വിജയം നേടിയ കൂട്ടായ്മ കുടുംബങ്ങൾക്കുള്ള സ്കോളാസ്റ്റിക് അവാർഡ് ദാനവും കൂട്ടായ്മ അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും കാനത്തൂർ സർവോദയ വായനശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ചടങ്ങിൽ കാനത്തൂർ പ്രവാസി കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരാലംബരായ 2 കുടുംബാംഗങ്ങൾക്കുള്ള സഹായധനം കൈമാറി. കൂട്ടായ്മയുടെ 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന മാഗസിന് പേര് ക്ഷണിച്ചുകൊണ്ടുള്ള ബ്രോഷർ പ്രകാശനവും നടന്നു. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്കൊന്നും സഹായിക്കാനോ സഹകരിക്കാനോ കഴിയില്ല. എന്നാൽ അത് പുറം ലോകത്തേക്ക് പോകുമ്പോൾ അത് ആണായാലും പെണ്ണായാലും യുവാവായാലും പ്രായമുള്ളവരായാലും അവർക്ക് പ്രത്യേകമായ ഒരു ബോധോദയം അല്ലെങ്കിൽ ബുദ്ധി അതിനുള്ള കഴിവും ഉണ്ടാകും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളെ ഞാൻ വീണ്ടും ഈ മുളിയാറിന്റെ ഒരു ഉത്തരവാദപ്പെട്ട ആള് എന്നുള്ള നിലയിൽ നിങ്ങളെ ഞാൻ മുക്തകരണം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ നല്ല പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്നു. നിങ്ങൾ തുടർന്നുള്ള നാളുകളിൽ നിങ്ങളുടെ കൂട്ടായ്മ വെടിയരുത്. നിങ്ങൾ ഏത് നിലക്കും ഈ കൂട്ടായ്മയെ വികസിപ്പിച്ചു കൊണ്ടുപോകണം. ഇതിലേക്ക് ഇനിയും ആളുകളെ ചേർത്ത് വികസിപ്പിച്ചെടുക്കണം. കൂട്ടായ്മയിൽ നല്ല ശ്രദ്ധ ഉണ്ടാവണം. ഒരു സിഗ്നേച്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. പുതുതായിട്ട് നിങ്ങളുടെ ഈ ദശവാർഷികത്തിന്റെ ഒരു സിഗ്നേച്ചറായിട്ട് നിങ്ങളുടെ ഈ സർവോദയ വായനശാലയ്ക്ക്, A ക്ലാസ് വായനശാലയ്ക്ക് ഒരു ബിൽഡിംഗ് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള തുടക്കക്കാർ നിങ്ങളാവണം. നിങ്ങൾ തുടങ്ങി, നിങ്ങൾ പൂർത്തീകരിക്കണം. നിങ്ങളോട് സഹകരിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. മുളിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK പുഷ്പ കൂട്ടായ്മയുടെ ഓണക്കിറ്റ് വിതരണോദ്ഘാടനവും കൂട്ടായ്മയുടെ ചാരിറ്റി ഫണ്ടിൽ നിന്നും
ചികിത്സാ ധനസഹായ വിതരണവും നടത്തി. സ്ഥാപക പ്രസിഡന്റ് രാധാകൃഷ്ണൻ വി കാനത്തൂർ അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ മുൻ പ്രസിഡന്റ് അച്യുതൻ തോളംതോട് സ്വാഗതം പറഞ്ഞു. മുളിയാർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ഇ മണികണ്ഠൻ, സർവോദയ വായനശാല പ്രസിഡന്റ് ഗംഗാധരൻ ടി, എം അനന്തൻ നമ്പ്യാർ, ബാലചന്ദ്രൻ കെ പി, രാമപ്രസാദ്, അഖില ദിലീപ് എന്നിവർ സംസാരിച്ചു. നാരായണൻ ശിവഗിരി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓണത്തിന് വേറിട്ട പരിപാടിയുമായി കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സ്. ശോഭികയിൽ എത്തുന്നവർക്ക് ശോഭികയ്ക്ക് മുന്നിൽ ചായ സൽക്കാരം ഒരുക്കിയാണ് ഓണത്തിന് വേറിട്ട വരവേൽപ്പ് ഒരുക്കിയത്. വേറിട്ട ഓണാഘോഷ പരിപാടിയുമായി കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിങ്സ്. കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിംഗ് സെന്ററിന്റെ മുൻവശത്തായിരുന്നു ചായ സൽക്കാരം നടത്തിയത്. ചായയും വടയും അടങ്ങുന്നതായിരുന്നു ചായ സൽക്കാരം. ചായ സൽക്കാരം വേറിട്ട ഒരു അനുഭവമാണെന്ന് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് വിപുലമായ വസ്ത്രശേഖരമാണ് ശോഭിക വെഡ്ഡിങ്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ചായ സൽക്കാരം ശോഭിക വെഡ്ഡിങ്സിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് നവ്യാനുഭവമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ പിലാത്തറ മണ്ടൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറി ഇടിച്ചുകയറി 2 പേർ മരിച്ചു. അപകടം തകരാറിലായതിനെ തുടർന്ന് ലോറി നിർത്തി അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ. യുക്രൈനിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഖിൽ ജോയിന് ജന്മനാട് വിട നൽകി. ബംഗളൂരുവിലെത്തിച്ച മൃതദേഹം റോഡ് മാർഗം ആംബുലൻസിലാണ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിച്ചത്. കുമ്പളയിൽ വ്യാപാരിയെ ഹണി ട്രാപ്പിനിരയാക്കി പണം തട്ടിയെടുത്ത കേസിൽ യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ഓണത്തെ വരവേറ്റ നാട്. ഓണാഘോഷം വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വട്ടേപദവിൽ കടയ്ക്കുള്ളിൽ അതിക്രമിച്ചു കയറി യുവ വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയെ പോലീസ് പിടികൂടി. വില്ലാരംപതി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ചെണ്ടുമല്ലി പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. ഉദുമ മുൻ MLA കെ കുഞ്ഞിരാമൻ വിളവെടുപ്പ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.